എല്ലാവർക്കും നമസ്കാരം. മഡി വുഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലൊരു മോൺസ്ട്ര ആൽബോ വെരിഗേറ്റഡിന്റെ ഒരു ഹാഫ് മൂൺ പാറ്റേൺ വന്നിട്ടുള്ള ഒരു മദർ പ്ലാന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് ഏതായാലും നമ്മുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് കംപ്ലീറ്റ് ആവില്ല. അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്പാഗ്നം മോസ് ആണ്. ഡ്രൈ ചെയ്തിട്ടുള്ള സ്പാഗ്നം മോസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ റാപ്പിംഗ് റോളില്ലേ, നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ റാപ്പ് ചെയ്ത് വെക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റാപ്പിംഗ് റോളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫംജിസൈഡ് ആണ്. ഫംജിസൈഡ് നമ്മൾ എടുത്തിരിക്കുന്നത് സാഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫംജിസൈഡ് മതി, കോപ്പർ വേസ്റ്റ് ഫംജിസൈഡ്. പിന്നെ ഒരു സ്പ്രേയർ, നമുക്ക് ഈ സ്പാഗ്നം മോസ് ഒന്ന് സ്പ്രേ ചെയ്ത് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം നമ്മുടെ പ്ലാന്റ് ശരിക്കും അതിൻ്റെ ഏരിയൽ റൂട്ട്സ് ഒക്കെ വളർന്ന് വളരെ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടൊരു പോളിലോ സ്റ്റിക്കിലോ വെക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പോളിലേക്ക് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിനി അത് കട്ട് ചെയ്ത് പുതിയ കൂമ്പ് വരുന്നത് പോളിലേക്ക് അറ്റാച്ച് ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്കൊരു ഭംഗിയിൽ അതിനെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്ലാന്റ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതിൻ്റെ ഏരിയൽ റൂട്ട്സ് വരുന്ന നോഡ്സ് എല്ലാം നമുക്കൊന്ന് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ സ്പാഗ്നം മോസ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒത്തിരി ആയിരുന്നു. അപ്പോൾ ഡ്രൈ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന കാരണം നമ്മളൊന്ന് ഫംജിസൈഡിലൊന്ന് സോക്ക് ചെയ്തെടുക്കാന്നുള്ള ഒരു ആലോചന വന്നത്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഫംഗൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടൈ ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ്സിലേക്ക് അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫംജിസൈഡ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഫംജിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് സോക്ക് ചെയ്ത് വെക്കാം സ്പാഗ്നം മോസ്. ഒന്നെങ്കിൽ നമുക്കൊരു മഗ്ഗിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ സാഫോ അല്ലെങ്കിൽ ഫംജിസൈഡ് എന്താണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഫംജിസൈഡ് ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിൽ മുക്കി വെച്ചാലും മതി, സോക്ക് ചെയ്യാൻ പാകത്തിന്. കറക്റ്റ് ആയിട്ട് എല്ലാ പോർഷനിലും എത്തുന്ന രീതിയിൽ തന്നെ സോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 gram per liter ആണ്. 1 ലിറ്ററിന് 5 gram എന്നുള്ള നിലയ്ക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഫംജിസൈഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സോക്ക് ചെയ്തത് നമ്മൾ വെക്കുമ്പോൾ ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. മിനിമം അത്രയെങ്കിലും കീപ്പ് ചെയ്യുക. 10 മിനിറ്റ്സ് എങ്കിലും മിനിമം സോക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എയർ ലെയർ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നമ്മുടെ ഓവറായിട്ട് എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ഫംജിസൈഡ് ലിക്വിഡ് നമ്മളെപ്പോഴും സ്ക്വീസ് ചെയ്തൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് സ്പാഗ്നം മോസ് നമ്മൾ എയർ ലെയറിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടിയാലും നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എപ്പോഴും ഒന്ന് പിഴിഞ്ഞ് എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഒന്ന് കളഞ്ഞിട്ടാണ് എയർ ലെയർ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ പോർഷനിലും ഇത് എത്തിയെന്ന് ഉറപ്പ് വരുത്തുന്നവരെ നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യുക. നമ്മളിന്ന് ശരിക്കും ഇവിടെ പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കാൻ പോകുന്നത് ഒന്ന് ടോപ്പ് കട്ടിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഏരിയൽ റൂട്ട്സ് വന്നിരിക്കുന്ന ഓരോ നോഡിന്റെ ഭാഗത്തും നമ്മൾ എയർ ലെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പ് കട്ടിങ്ങിൽ ഏരിയൽ റൂട്ട്സ് നിലവിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോഴേ എയർ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് റൂട്ട്സ് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഈ മോൺസ്ട്ര ആൽബോ അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ വെറൈറ്റീസ് എല്ലാം കീപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഈ വെരിഗേറ്റഡ് പോർഷൻ വരുമ്പോൾ അത് ഡ്രൈ ആയി പോകാനും കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്പാഗ്നം മോസ് നിലവിലൊന്ന് സ്ക്വീസ് ചെയ്ത എക്സസ് ക്വാണ്ടിറ്റിയിലുള്ള ഫംജിസൈഡ് നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നനവോട് കൂടി തന്നെ നമുക്ക് അത് സ്റ്റഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് കട്ടിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ എവിടെയാണോ അതിന്റെ നോഡ് ഭാഗത്താണ് ഇപ്പോൾ സ്പാഗ്നം മോസ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റാപ്പിംഗ് റോൾ വെച്ചിട്ട് നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം.
ഞാനിവിടെ എടുത്തിരിക്കുന്നത് റാപ്പിംഗ് റോൾ ആണെന്ന് കരുതി ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോളിത്തീൻ കവർ മാക്സിമം ട്രാൻസ്പെറന്റ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഒരു പോളിത്തീൻ കവറോ അല്ലെങ്കിൽ സിപ്പ് കവറോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. നമുക്ക് അകത്തെ ഏരിയൽ റൂട്ട്സ് ഫോം ആവുന്നത് വിസിബിൾ ആവാനായിട്ടാണ് നമ്മൾ കൂടുതലും ട്രാൻസ്പെറന്റ് കവർ പ്ലാസ്റ്റിക് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവരുടെയും കൺവീനിയന്റ് പോലെ അവരവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യുക. ഞാനിവിടെ റാപ്പിംഗ് റോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി തന്നെ ടൈ ചെയ്യുക. മാക്സിമം ഒത്തിരി ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഹ്യൂമിഡിറ്റി അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മാക്സിമം ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യണം. എങ്കിൽ പോലും ഗ്യാപ്പുകൾ ഉണ്ടാവും നമുക്കറിയാം. എന്നാലും മാക്സിമം എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് കട്ടിങ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്താണ് ടൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ടൈ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സ്റ്റാപ്ലെയർ യൂസ് ചെയ്ത് നമുക്കതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ടൈ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാപ്ലെയർ ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ സ്പാഗ്നം മോസ് ഉപയോഗിച്ചെന്ന് കരുതി അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മുടെ അവൈലബിലിറ്റി എന്താണോ, ഇപ്പോൾ കോക്കോപീറ്റ് നമുക്ക് ട്രീറ്റ് ചെയ്ത കോക്കോപീറ്റ് ഉണ്ടെങ്കിൽ കോക്കോപീറ്റ് യൂസ് ചെയ്തിട്ടായാലും നമുക്ക് എയർ ലെയറിങ് പോസിബിൾ ആണ്. അപ്പോൾ കോക്കോപീറ്റ് ഉള്ളവർ കോക്കോപീറ്റ് യൂസ് ചെയ്താലും മതി. കുറച്ചുകൂടെ എനിക്ക് സേഫർ ആയിട്ട് തോന്നിയത്, അതായത് കോക്കോപീറ്റിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈർപ്പം കൂടിപ്പോയാലോ നനവ് കെട്ടി നിന്നാലോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് ഞാൻ ഒന്ന് ഒഴിവാക്കിയെന്നുള്ളൂ. കോക്കോപീറ്റ് ഉള്ളവർ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ നനവ് നോക്കിയിട്ട് മാത്രം ചെയ്യാവുള്ളൂ കോക്കോപീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു മെയിൻ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോട്ട്സിലെല്ലാം ഇതേപോലെ തന്നെ എയർ ലെയറിങ്ങിനുള്ള മോസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനത് ടൈം ലാപ്സ് എടുത്താണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് കൂടി പോകും. നമ്മളപ്പോൾ ആദ്യം ടോപ്പിൽ ചെയ്ത അതേപോലെ തന്നെ ബാക്കിയുള്ള 5 നോഡുകളിലും മോസ് അറ്റാച്ച് ചെയ്ത ആ ഒരു പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 5 നോഡുകളും നമ്മൾ എയർ ലെയർ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്ലാന്റിന്റെ താഴ്ഭാഗത്തുള്ള ലീവ്സ് ശ്രദ്ധിച്ചറിയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആ ലീവ്സിൽ ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ. വേരിയേഷൻ ഒന്നും വിസിബിൾ അല്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് വെയിൽ കൂടുതലുള്ള ഭാഗത്ത് ഇരുന്നിട്ട് വേരിയേഷൻ വന്ന ഭാഗം മൊത്തം കരിഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടോപ്പിലേക്കുള്ള ലീവ്സിൽ മാത്രം നിങ്ങൾക്ക് വേരിയേഷൻ വിസിബിൾ ആവുന്നത്. താഴത്തെ ലീവ്സിലും വേരിയേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ എക്സോട്ടിക് പ്ലാന്റ്സ് വെക്കുമ്പോൾ മാക്സിമം ഇൻഡോറിലും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലും കീപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എയർ ലെയറിങ്ങിന്റെ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിത് സ്റ്റഡി ആയിട്ടൊരു പോളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ക്രീപ്പ് ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എവിടെയെങ്കിലും തട്ടി ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.